നമ്മൾ ആലോചിക്കേണ്ടത് എത്രയോ ആയുഷ്കാലങ്ങളിൽ നമ്മൾ ജീവിക്കേണ്ട അനന്തമായൊരു വിശ്രമ ലോകത്തേക്ക് വേണ്ടിയുള്ള അധ്വാനമെന്ന് പറയുമ്പോൾ നമ്മളതിനെ നിസ്സാരമായി കാണാൻ പറ്റാത്തൊരു കാര്യമാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ അള്ളാഹു പറയുന്നുണ്ട്, ചില ആളുകൾ ഇവിടെ നിന്ന് പറയും റബ്ബന ഗ്ഫിർ ലനാ, റബ്ബേ ഞങ്ങളുടെയൊക്കെ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ചില നിഷ്കളങ്കരായ വിശ്വാസികൾ ഇവിടെ ഉണ്ട്. അവരങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ പരലോകത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളുകളുണ്ട്. അവർ ഫത്തഹ്തുമൂഹും സിഹ്രിയൻ, അവരിവരെ പരിഹസിക്കും. എന്താണ് ഈ പരച്ചോനൊക്കെ പേടിച്ച് പരലോകത്തൊക്കെ പേടിച്ച് ജീവിക്കുകയാണോ എന്നവരെന്ത് ചെയ്യും? ഇവരെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നതാണ്. വകുന്തും മിൻഹും തദ്ഹഖൂൻ, നിങ്ങൾ അവരെ കളിയാക്കി ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അങ്ങനെ ഒരു പരലോകമുണ്ട് എന്ന് വിചാരിച്ച് അതിനു വേണ്ടി സഹിച്ച്, നിങ്ങളെ പരിഹാസങ്ങളെ സഹിച്ച്, എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും സഹിച്ച ആളുകളുണ്ടല്ലോ, ഇന്നി ജസൈതുഹുമുൽ യൗമ ബിമാ സബറു അന്നഹും ഹുമുൽ ഫായിസൂൻ, നമ്മൾ അവർക്ക് പുറത്തു കൊടുത്തു, അവർക്ക് അതിൻ്റെ പ്രതിഫലം കൊടുത്തു. അങ്ങനെ പരലോകത്ത് ആ പരിഹാസ വിധേയരായ, പരലോകത്തിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചത് സത്യമാണെന്ന് വിചാരിച്ച് പ്രവർത്തിച്ച് പ്രാർത്ഥിച്ച ആ ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കും, കം ലബിസ്തും ഫിൽ അർള്, നിങ്ങൾ എത്ര കാലം ഇവിടെ ജീവിച്ചു എന്ന് എന്ത് ചെയ്യും? ഈ ദുനിയാവിന് വേണ്ടി ജീവിച്ച, പരലോകത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ആളുകളോട് ചോദിക്കുന്നു, എത്ര വർഷം ചോദിച്ചു? അപ്പൊ അവരെന്താ പറയാ? ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഫസ്അലിൽ ആദിയൻ, ഞങ്ങൾ 1-2 ദിവസമാണ് ഇവിടെ ജീവിച്ചതെന്ന് പറയുന്നത്. അപ്പൊ നിസ്സാരമായ ഒരു ജീവിതമായിട്ടാണ് ഈ ജീവിതം മനുഷ്യന് പരലോകത്ത് വെച്ചിട്ട് അനുഭവപ്പെടുക എന്ന് അനുഭവത്തിലൂടെ അങ്ങനെ അള്ളാഹു ഒരു കണ്ണിൽ കാണുന്ന ഒരു ചിത്രമായി, രംഗമായി പടച്ചോൻ ഖുർആനിൽ നമുക്ക് കാണിച്ചു തരാണ്. എന്നിട്ട് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങളെ ഞാൻ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ ഞാൻ എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരാതെ എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ആകൊരു വിഷയം മനസ്സിലുണ്ടാവുള്ളൂ, മടങ്ങിപ്പോണം. അതാണ് അള്ളാഹ് വേണം, മടങ്ങിപ്പോണം നമുക്ക്. അതുമാത്രം നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യം, തിരിച്ചു പോകണം.